ആത്മാഭിഷേകം അന്യഭാഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെയ്യുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിഷയത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരയായിട്ട് പറയാനുള്ളത്. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാറ്റേഴ്സ് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വിവാദപരം എന്ന് തോന്നുന്ന രീതിയിൽ ധാരാളം പ്രസ്താവനകളും ധാരാളം സ്റ്റഡീസും ആർഗ്യുമെന്റ്സും ഒക്കെ ഈ പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരാറുണ്ട്. അപ്പോൾ എന്നോട് ചില ആളുകൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. പല വിഷയങ്ങളെ പറ്റിയും ആൾക്കാർ എന്നോട് വീഡിയോ ചെയ്യാമെന്ന് ബൈബിളിൽ നിന്ന് ചോദിക്കാറുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമെന്നല്ല എൻ്റെ അർത്ഥം, പഠിച്ചിട്ട് പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ചില കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഈ പബ്ലിക്കിനുള്ള വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിനകത്ത് പല സെൻസിറ്റീവ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. വേറെ ചിലതെന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് ഒരു ഹോൾ സബ്ജക്റ്റിന്റെ ഒരു മൂലയാണ്. ഹോൾ സബ്ജക്റ്റ് പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവും. അത് പഠിച്ചു വരാത്ത സ്റ്റുഡൻസിന് അത് മനസ്സിലാകത്തില്ല. അപ്പം ഞാനത് മുഴുവൻ ഈ പബ്ലിക്കിന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത്തരം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം മൈ സ്റ്റുഡൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ടെലിഫോൺ നമ്പർ എന്നെ വിളിച്ചിട്ട് അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് അത് പഠിക്കാൻ കഴിയും, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. ഈ ആത്മാ അഭിഷേകവും അന്യഭാഷയും എന്ന് പറയുന്നത് നമുക്ക് അത് ഒരു 3 പെർസ്പെക്റ്റീവിൽ കാണണം. ഒന്ന് ഗോഡ്സ് പെർസ്പെക്റ്റീവ്, 2 മാൻസ് പെർസ്പെക്റ്റീവ്, 3 ഡെവിൾസ് പെർസ്പെക്റ്റീവ്. ഗോഡ്സ് പെർസ്പെക്റ്റീവ്, ഇറ്റ് ഈസ് സോ സീരിയസ് ആൻഡ് സോ സിമ്പിൾ. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് വളരെ സീരിയസ് ആണ്, വളരെ ഗൗരവമാണ്. കാര്യത്തിൽ തൃത്വത്തിൽ ഒരാളായ, ഗോഡ് ഹെഡിൽ ഒരാളായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ്. ഇനിയും പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് ടു മേക്ക് മാറ്റേഴ്സ് ഈസി ഫോർ മാൻ എന്നുള്ളതാണ്. ടു മേക്ക് മാറ്റേഴ്സ് ഈസി. വിശുദ്ധ തിരുവെഴുത്തുകൾ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന ആളുകൾക്ക് അത് ലളിതമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രധാന ദൗത്യമാണ് കാര്യങ്ങൾ വളരെ എളുപ്പവും നിസ്സാരമാക്കി നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത്. അപ്പം മാറ്റേഴ്സ് കോംപ്ലിക്കേറ്റ് ചെയ്യാനല്ല പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത്, ബട്ട് ടു മേക്ക് മാറ്റേഴ്സ് ഈസി ഫോർ us. അപ്പം അറ്റ് ദ സെയിം ടൈം ഇറ്റ് സീരിയസ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ്, ആ പേഴ്സണാലിറ്റിയുടെ ഫങ്ഷൻസ് ഇറ്റ്സ് സോ സീരിയസ്. നമ്മളത് എഹിസ്കേൽ പ്രവചനം പഠിക്കുമ്പോഴാണ് നമുക്ക് എത്രമാത്രം മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവ് എത്രമാത്രം സീരിയസ് ആയ ഒരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, ലെറ്റ്സ് കം ടു ഹിയർ. പക്ഷെങ്കിൽ അപ്പൊ ഗോഡ്സ് പെർസ്പെക്റ്റീവ് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പെർസ്പെക്റ്റീവ് ഒന്ന്, ഒരുപാട് പേർക്കും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫൺ, ഹ്യൂമർ, ഇൻസൾട്ട് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഒരുപാട് പേർക്കും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, ഇപ്പൊ ആത്മാഭിഷേകം എന്ന് പറയുന്ന ഒരു ഫണ്ണാ, ഇൻസൾട്ടാണ്, പരിഹാസ വിഷയമാണ്. ആത്മാഭിഷേകം പ്രാപിച്ചവരെ കളിയാക്കുന്നതിന് വേണ്ടി മറുഭാഷ പറയുന്നവരെന്ന് പറഞ്ഞ് കളിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരാൾ പറയുന്ന അന്യഭാഷയെ അനുകരിച്ച് അയാളെ ഇമിറ്റേറ്റ് ചെയ്ത് അയാളെ പരിഹസിക്കുക. അപ്പം അന്യഭാഷയെ ഭാഷണം എന്ന വിഷയം എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്തെ അധിക്ഷേപിക്കുക, പരിഹസിക്കുന്നുള്ളത് മനുഷ്യനൊരു ഫാഷനാക്കി മാറ്റി. അതാണ് മാൻസ് പെർസ്പെക്റ്റീവ് ഇൻ ജനറൽ എന്ന് പറയുന്നത്. ഇനി മാൻസ് പെർസ്പെക്റ്റീവ് ഇൻ ജനറലിന് വേറെ പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് സോ കോംപ്ലിക്കേറ്റഡ്. ഈ കോംപ്ലിക്കേഷൻ എന്തുകൊണ്ടുണ്ടായി? അത് ഡെവിൾസ് പെർസ്പെക്റ്റീവ്, മൂന്നാമത്തെ പെർസ്പെക്റ്റീവാണ്. അപ്പൊ ഡെവിൾസ് പർപ്പസ് എന്ന് പറയുന്നത്, സാത്താന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവവചനത്തെ കൂട്ടിക്കളയുക, തെറ്റിദ്ധരിപ്പിക്കുക. മനുഷ്യന് വചനത്തിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മനുഷ്യന് വചന വെളിപ്പാടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വചനത്തിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ വചന വ്യാഖ്യാനം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിൽ കയറ്റി കൊടുക്കുക. പുതിയ പുതിയ ചിന്തകളാണ്, ആശയങ്ങളാണെന്ന് പ്രചരിപ്പിക്കുക. ഈ ചിന്തകൾ, ആശയങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, that comes from the devil, not from God.
ഈ കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുൻപിൽ വയ്ക്കേണ്ടത്. ഇനിയും ഈ അന്യഭാഷയും ആത്മാഭിഷേകവും എന്ന വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്യഭാഷയ്ക്ക് ആത്മാഭിഷേകം അനിവാര്യമല്ല. അന്യഭാഷ സംസാരിക്കാൻ ആത്മാഭിഷേകം അനിവാര്യമല്ല. കാരണം എറ്റിമോളജിക്കലി എടുത്താൽ അന്യഭാഷ എന്ന് പറയുമ്പോൾ ഒരാൾ തൻ്റേതല്ലാത്ത ഭാഷ സംസാരിക്കുന്നുള്ളൂ. തൻ്റേതല്ലാത്ത ഞാൻ കൂടെ ഇംഗ്ലീഷ് പറയാറുണ്ട്. ഇംഗ്ലീഷ് എൻ്റെ ഭാഷയാണ്. ഞാൻ പറയും, ഇറ്റ് ഈസ് നോട്ട് മൈ മദർ ടങ്, ഇറ്റ്സ് നോട്ട് മൈ മദേഴ്സ് ടങ് ഐദർ. എൻ്റെ മാതൃഭാഷയുമല്ല, എൻ്റെ മാതാവിൻ്റെ ഭാഷയുമല്ല ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷ് എനിക്കൊരു അന്യ ഭാഷയാണ്. അപ്പം അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ട. ഈ കഴിഞ്ഞിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ കിടന്ന് കള്ളം വിളിച്ചു പോകുന്ന അന്യഭാഷ കേട്ടില്ലേ? അതിന് ആത്മാഭിഷേകത്തിന്റെ ആവശ്യമില്ല. എന്ത് ചട്ടം പൊട്ടും ആൾക്കാർക്ക് വിളിച്ച് പറയാം. അപ്പോ അതിന് അന്യഭാഷയുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ദൈവമക്കൾ ആത്മാഭിഷേകത്തിൽ അന്യഭാഷ സംസാരിക്കുന്നത് അഭിഷേകത്തിന്റെ ലക്ഷണമല്ല എന്ന് പറയുന്നത് അത് അവിവേകത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഇവിടെയാണ് അതിനകത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാഭിഷേകമില്ലാതെ 1 കോടി ആളുകൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞാലും ആത്മാഭിഷേകത്തിൽ അഭിഷക്തന്മാർ അന്യഭാഷ സംസാരിക്കുന്നത് അത് അഭിഷേകത്തിന്റെ ലക്ഷണമായ അന്യഭാഷ തന്നെയാണ്. അതങ്ങനെ അല്ലാതെ ആകുന്നുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് മുന്നോട്ട് വരുന്നോടനെ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഇതിന് അടയാളങ്ങൾ എടുക്കാവൂ. അല്ല ഏതെങ്കിലും സാഹിബ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം ഒരു കുഴപ്പമാണ്. എന്താ പറഞ്ഞാലും ഉടനെ ഒരു സാഹിബിനെ പൊക്കിക്കൊണ്ടുവരും. ഇട ഒന്നാമത്തെ പ്രോബ്ലം, ഈ പല തിയോളജിയൻസ് പറയുമ്പോൾ തന്നെ കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ച് ഒരു ബോധമില്ലാതെ നടക്കുന്ന കക്ഷികളാണ്. ഇവൻ അടിച്ച് ഫിറ്റായിരിക്കുമ്പോഴേ ഇത് പുസ്തകങ്ങളായി പല പുസ്തകങ്ങളും. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിച്ചു, ബാബുവിന് എങ്ങനെ അറിയാം? വായിച്ചാൽ മതി, അപ്പം മനസ്സിലാകുമല്ലോ. വായിച്ചാൽ മതിയല്ലോ. അതിനകത്ത് പറയുന്ന വേറുദോഷം കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? ബോധമുള്ള മനുഷ്യന് ഇത് എഴുതത്തില്ലെന്നുള്ളത്. ഇനി അത്രയും പോലും ബോധമില്ലാത്തവനാണ് ഇത് കൊണ്ടുവന്ന് പിള്ളേരുടെ സിലബസിൽ ഇട്ടിട്ട് എടുത്ത് കാച്ചുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞാലും ആ സാഹിബ് ഇങ്ങനെ പറഞ്ഞു, മറ്റേ സാഹിബ് എടാ സാഹിബ് എന്തും പറഞ്ഞോട്ടെ, സാഹിബിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരിക്കും, വേറെ പണിയില്ല. ഇങ്ങനെ രണ്ട് പുകച്ച സ്വപ്നൻ്റെ കൊത്തി കയറി കഴിഞ്ഞാൽ പലതും എഴുതി വെക്കാം. അതിന് നമുക്കെന്നാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വചന സംബന്ധമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, ആദിയിൽ എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ബിഗിനിങ്? 2, തിരുവെഴുത്ത് എന്ത് പറയുന്നു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? മറ്റേ സാഹിബ് എന്താ പറയുന്നുള്ളതല്ല, തിരുവെഴുത്ത് എന്ത് പറയുന്നു? 2, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു? എവിടെ? തിരുവെഴുത്തിൽ. 4, നീ എന്ത് വായിക്കുന്നു? നിനക്കൊന്ന് മനസ്സിലായെന്നുള്ളതല്ല. ഒരുതിന് ചക്കക്കുരു കണ്ടപ്പോൾ മാങ്ങാണ്ടി എന്ന് തോന്നി, നല്ല വിവരമാണ്. അതുകൊണ്ട് ചക്കക്കുരു മാങ്ങാണ്ടിയാകത്തില്ല. അപ്പം നിനക്കെന്ത് മനസ്സിലായെന്നോ, നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ഇപ്പം എല്ലാം ചിന്തകന്മാരാണ്. അവിടെ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു, നിനക്കെന്ത് മനസ്സിലായെന്നല്ല. അല്ല, വേദപുസ്തകം വായിക്കുമ്പോൾ നേരെ വിപരീതമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഒരു ബഹുഭൂരിപക്ഷവും. അത് മുമ്പേ പറഞ്ഞ പോലെ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം കേട്ടാൽ മതിയല്ലോ. ആ പ്രസംഗമാണ് ഇവന് വേദപുസ്തകം അറിയത്തില്ലെന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യുമ്പം ഒന്നാമത് നമുക്കൊരു ഇൻഡിവിജ്വലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എടുക്കാം. ഇൻഡിവിജ്വലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം ഉദാഹരണമായിട്ട് ഒരു വ്യക്തി, ഒരു അഭിഷക്തനെ ആദ്യം എടുക്കണം. ലോകം ഇതുവരെ കണ്ട ഏറ്റവും വലിയ അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. മഷിയാഖ് എന്ന് പറഞ്ഞാൽ ദി അനോയിന്റഡ് കിങ് എന്ന അഭിഷക്ത രാജാവ്. ആരഭിഷേകം ചെയ്തത്? പിതാവായ ദൈവം സ്വർഗത്തിലേക്ക് അഭിഷേകം ചെയ്ത് അയച്ച അഭിഷക്തൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്, ഏറ്റവും വലിയ അഭിഷക്തൻ. അപ്പൊ നമുക്ക് ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എടുക്കണം. 1, തന്നെ പിതാവായ ദൈവം അഭിഷേകം ചെയ്ത് സ്വർഗത്തിൽ നയിച്ചതാണ്.
അതുകൊണ്ട് താൻ അഭിഷക്തനാണ്. ഈ അഭിഷക്തൻ മനുഷ്യജന്മം എടുക്കുന്നത് പരിശുദ്ധാത്മാവ് മറി എന്ന സാധു സ്ത്രീയുടെ മേൽ നേരിട്ടപ്പോഴാണ്. ദാറ്റ് മീൻസ് ഹി took his flesh by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ജഡമെടുത്തയാളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ 40-ാമത്തെ ദിവസം യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുവരുമ്പോൾ ശിമ്യോൻ എന്ന ഒരു പ്രവാചകൻ വന്ന് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നാഥ, ഇപ്പോൾ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ ജനമായ ഇസ്രായേലിന് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി അങ്ങ് സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ ഈ 40 ദിവസം പ്രായമുള്ള ആളിനെ അഡ്രസ് ചെയ്യുന്നത് ലോർഡ്, ദൈവം എന്നാണ്. നെക്സ്റ്റ്, യു ആർ ദ സാൽവേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ രക്ഷയാണെന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കോണേ, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ 12-ാമത്തെ വയസ്സിൽ ബാർ മിത്സ്വായ്ക്ക് യെരുശലേം ദേവാലയത്തിൽ വന്ന് താൻ അസാധാരണമായ ആത്മാഭിഷേകമുള്ള ആളാണ്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനാൽ നിറഞ്ഞ ആളാണെന്ന് അവിടെ തെളിയിച്ചിട്ടാണ് 18 വർഷം ജോസഫിനും മറിയയ്ക്കും കീഴടങ്ങി ഒരു കാർപ്പൻ്ററായിട്ട് ജീവിക്കാൻ വേണ്ടി നാസറേത്തിൽ തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് ഈ ആള് യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതിന് വേണ്ടി യോർദാൻ നദിയിലേക്ക് വരികയാണ്. അപ്പോ താൻ സ്നാനമേറ്റ് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വീണ്ടും തൻ്റെ മേലിറങ്ങി വന്നു. അത് അഭിഷേകമായിരുന്നു. യു ഡിസൈഡ് വാട്ട് ഇറ്റ് ഈസ്. തൻ്റെ മേൽ വന്നു. അതിനുശേഷം എന്തറിയാമോ, സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. സോ ഹി വാസ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു മരുഭൂമിയിൽ 40 രാവും 40 പകലും. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ താൻ മരുഭൂമി വിട്ടു. ദാറ്റ് മീൻസ് ഓവർ ദ ലാസ്റ്റ് 40 days and 40 nights, 40 രാവുകൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആത്മശക്തി പ്രാപിക്കുകയായിരുന്നു പിതാവുമായിട്ട് അടുത്തിരുന്ന്, അല്ലേ? അപ്പം ഇത്രയും പ്രോസസ്സിൽ കൂടെ പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിച്ചിരുന്നു. പ്രവർത്തിക്കുക. ഇനി ഒരു കാര്യം, താൻ അഭിഷക്തനായിരുന്നോ? ദർ ഇസ് നോ ഡൗട്ട്. അടുത്തത്, ഈ അഭിഷക്തൻ അന്യഭാഷ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഇതൊരുപാട് പേരും അന്യഭാഷ പറയുന്നതിനെ വിലക്കുന്നതിന് വേണ്ടി ഒരു മുടന്തന്യാമായിട്ട് എടുത്തുകൊണ്ട് വരുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പറഞ്ഞില്ല എന്ന് ആരും പ്രൂവ് ചെയ്യണ്ട, പറഞ്ഞെന്നും പ്രൂവ് ചെയ്യണ്ട. എൻ്റെ കാരണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പിതാവിനോട് സംസാരിച്ചതല്ല എല്ലാവരും കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല? താൻ രാത്രിയിൽ മലയിലായിരുന്നു, ഒലിവറിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ആരാ അവിടെ വീഡിയോ ക്യാമറ അങ്ങോട്ട് പോയ പകർത്താൻ? ഇത് ഹീബ്രുവിലായിരുന്നു, ഗ്രീക്കിലായിരുന്നു, അത് അരമൈക്കിലായിരുന്നു? ഇപ്പൊ അരമൈക്കാന്നല്ലേ പറഞ്ഞു, എന്തോ മൈക്കാന്ന് എനിക്കറിയത്തില്ല. അതോ അന്യഭാഷയായിരുന്നു എന്ന് ആരും പോയി കേട്ടില്ലല്ലോ. 2, അന്യഭാഷയിലല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു റീസൺ ഉണ്ട്. റീസൺ പറഞ്ഞാൽ താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം. താൻ പിതാവിനോട് സ്വർഗത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് പിതാവിനോട് എങ്ങനെ സംസാരിച്ചത്? അത് ഹീബ്രുവിലാണ്, നമുക്കറിയത്തില്ല. താൻ സംസാരിച്ചു. പക്ഷെങ്കിൽ മനുഷ്യർ കേൾക്കെ, തൻ്റെ ശിഷ്യന്മാർ കേൾക്കെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്
3 ഭാഷയിൽ സംസാരിച്ചതായിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ട്. ഒന്ന്, തൻ്റെ മാതൃഭാഷ എബ്രായ ഭാഷയിലും. 2, അവിടുത്തെ ലിംഗോ ഫ്രാങ്കായ ഗ്രീക്കിലും. 3, പിലാത്തോസിന്റെ കൊട്ടാരത്തിലൊക്കെ വിസ്താരം നടക്കുമ്പോൾ ലത്തീൻ ഭാഷയിലും സംസാരിച്ചായിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തുകൊണ്ട് അന്യഭാഷ പറഞ്ഞില്ല എന്നൊരാൾ ചോദിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് തന്നെ സംസാരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായതുകൊണ്ട് തനിക്ക് തൻ്റെ പിതാവിനോട് സംസാരിക്കാൻ അന്യഭാഷയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം whether he did or he didn't, that's a matter between himself and his father. താൻ അന്യഭാഷയിലാണോ സംസാരിച്ചത് അതോ അരമൈക്കിലാണോ എന്നുള്ളത്, ചില അരമൈക്കെന്നാ പറയുന്നത്, അരമൈക്കിലാണോ സംസാരിച്ചെന്നുള്ളത് അത് താനും തൻ്റെ പിതാവും കൊണ്ട് തീർക്കുന്ന കാര്യം, നമുക്കതിന് തലവേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷേ അഭിഷക്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, നമ്മളുടെ ആത്മാഭിഷേകം എന്ന വിഷയത്തിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ ആത്മാഭിഷേകം എന്ന വിഷയം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഒരാള് ദൈവഭാഗത്ത് വരണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ, പിതാവ് അവനെ ആകർഷിക്കണം. പിതാവ് അവനെ ആകർഷിച്ചിട്ടുള്ളത് ആരും ദൈവപുത്രന്റെ അടുത്ത് വരുന്നില്ല. അപ്പം പിതാവ് തൻ്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് സാക്ഷി നിൽക്കുക, പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രവർത്തിക്കുക, പരിശുദ്ധാത്മാവിനെ അയച്ച് കാര്യം സാധിപ്പിക്കുക. അപ്പോൾ ഒരു ശക്തമായ പരിശുദ്ധാത്മ പ്രവർത്തനം ഒരു വ്യക്തിയിൽ നടക്കുമ്പോഴാണ് അയാള് പുത്രന്റെ അടുത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ പിതാവ് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ അല്ലാതെ പറ്റത്തില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇനി അടുത്തതാണ് ഈ യേശുക്രിസ്തുവിന്റെ കൽപ്പനയായ ജലസ്നാനം. ജലസ്നാനം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കാതെ ആർക്കും ജലസ്നാനം കേൾക്കാൻ പറ്റത്തില്ല. ചിലർ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്നാനം കേൾക്കുന്നവരുണ്ട്, ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അപ്പം പരിശുദ്ധാത്മാ സഹായം കിട്ടിയല്ലോ. ഇനിയും ദൈവത്തെ ആരാധിപ്പാൻ ആത്മാവിൽ തന്നെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. അപ്പോൾ ദൈവത്തെ നമസ്കരിക്കാൻ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ സഹായം വേണം. ആത്മാവിലെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ആത്മാവിന്റെ ആരാധനയാണ്. ഇനി ഇത്രയുള്ള ഒരാള് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിക്കണോ? അതാ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് 2 മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ചില അനാലജസ്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിപ്പിക്കാൻ കഴിയും. ഒന്ന് വെള്ളമാണ്. വെള്ളം പല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വെള്ളം നമുക്ക് കഴുകാൻ ഉപയോഗിക്കാം, വെള്ളം നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാം, വെള്ളം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ഇതൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വെള്ളമായിട്ടുള്ള അവിടെ. അപ്പോൾ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ വസിച്ചല്ല, എക്സ്റ്റേണലായിട്ടാണ് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ, ഈ പുതിയ നിയമകാലത്തോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. എന്ന് ഈ പുതിയ നിയമകാലത്ത്. അപ്പോൾ നോക്കിക്കോണേ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യക്തിയിൽ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യത്യാസം. ഒന്ന് എക്സ്റ്റേണലും മറ്റേ ഇന്റേണലുമാണ്. അതായത് വെള്ളത്തിൽ കുളിക്കുന്ന ഒരാളും വെള്ളം കുടിക്കുന്ന ഒരാളും വെള്ളം എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 രീതിയിലാണ്.
അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക എന്നൊരു സംഗതിയുണ്ട്. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിമജ്ജനം ചെയ്യപ്പെടുക എന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക, ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുക എന്നുള്ളതുണ്ട്. അതൊരു എക്സ്റ്റേണൽ എക്സ്പീരിയൻസും ലേറ്റർ ഓൺ ഇറ്റ് ക്യാൻ ബിക്കം ആൻ ഇന്റേണൽ എക്സ്പീരിയൻസ്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ കൂടെയാണ് ഒരാളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനിയും ഈ അന്യഭാഷ എന്നുള്ളത് വിശുദ്ധ പഴയ നിയമത്തിലെ ഒരു വാഗ്ദത്തമാണ്. അവിടെ നമുക്ക് യോവേൽ 2-ാം 28 വാക്യത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത്. അവിടെ പക്ഷെങ്കിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറഞ്ഞ പോവുകയാണ്. അന്യഭാഷ എന്നൊരു കാര്യം ഇവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ അന്യഭാഷാ ഭാഷണത്തോടുകൂടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 120 വരെ നിറച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണെന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് പ്രവചന നിവൃത്തീകരണമായ ആത്മാഭിഷേകമാണ്. പ്രവചന നിവൃത്തീകരണമായ ആത്മാഭിഷേകമാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 28-ാം 11 വാക്യത്തിൽ വിക്കി പകരുന്ന അധരങ്ങളോടും അന്യഭാഷകളോടും ഇവിടെ അവൻ ഈ ജനത്തോട് സംസാരിക്കും. നോക്കി, കറക്റ്റ് അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്ന ഒരാൾ ചെയ്യുന്ന വിക്കി പറയുന്ന അധരങ്ങളും അന്യഭാഷയുമാണ്. അങ്ങനെ തുടങ്ങുന്നത്. ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അത് പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ്. ഇനി നമ്മൾ കുറെ കൂടെ മുൻപോട്ട് വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോ മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു, 50 ഫങ്ഷൻസ് ആണ് ഈ പുതിയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ളത്. 50 ഫങ്ഷൻസ് ആണ് പരിശുദ്ധാത്മാവ് ഈ പുതിയ നിയമകാലത്ത് ചെയ്യുന്നത്. അതില് ഒന്ന് അഭിഷേകം ചെയ്യുക, നിറയ്ക്കുക, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നമുക്ക് തരിക, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്സിൽ ഒന്നാണ് അന്യഭാഷ ഭാഷണം. ദാറ്റ്സ് നോട്ട് ദ ഹോൾ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം എന്ന് ഒരു കാർക്കശ്യവും ഇത്ര ദിവസം കൊണ്ട് എല്ലാവരും അന്യഭാഷ പറഞ്ഞിരിക്കണം എന്ന് പുതിയ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. അത് ശരിയായ തെളിവായ കാര്യമാണ്. ഇനി പുതിയ നിയമസഭയിലെ അന്യഭാഷയെ പറ്റി ഞാൻ പറയാം. അപ്പോ പുതിയ നിയമസഭയിൽ എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, പെന്തക്കോസ്ത് നാളെന്ന് വരുന്ന ആ ദിവസം കൂടിയിരുന്ന് മുഴുവൻ പേര് നിറച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് പരിചയമല്ലാത്ത വേറൊരു ഭാഷ സംസാരിച്ചു. പക്ഷെ അത് വേറൊരാൾക്ക് പരിചയമുള്ള വേറൊരാളുടെ മാതൃഭാഷയായിരുന്നു. അപ്പൊ കൂടിയിരുന്നവർക്കെല്ലാം ഇവരെന്താ പറഞ്ഞത് മനസ്സിലായി. അത് പെന്തക്കോസ്ത് നാളിലെ. അത് കഴിഞ്ഞ് സഭ പീഡനത്തിൽ കൂടെ കടന്നുപോയപ്പോ ജനവരി മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോ അവിടെ പറഞ്ഞത്, അവരുടെ പ്രാർത്ഥനാ വിഷയം ഈ സൗഖ്യമാക്കുവാൻ ദൈവമേ അങ്ങയുടെ കരം നീട്ടുന്നു, അങ്ങയുടെ അഭിഷക്തദാസനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നുണ്ട്. നിന്റെ ദാസന്മാർക്ക് നിന്റെ വചനം ശക്തിയോടെ സംസാരിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോ അവരിയ്ക്കുന്ന കെട്ടിടം കുലുങ്ങുന്ന രീതിയിൽ ദൈവശക്തി ഇറങ്ങിയിട്ട് കൂടിയിരുന്നവരെ മുഴുവൻ പേരെ നിറച്ച്. എന്തുവാ എവിഡൻസ്? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഒരാൾ സംസാരിച്ച് മറ്റേയാൾക്ക് മനസ്സിലായെന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, മനസ്സിലായോ? ഇല്ല. ഇനിയും ശമര്യരുടെ ഇടയിലാണ്. അപ്പോസ്തലന്മാര് യെരൂശലേമിൽ നിന്ന് ശമര്യരുടെ ഇടയിൽ പോകുന്നു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ
അവർക്ക് ആത്മാഭിഷേകം ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരേ ഒരു അടയാളം അവർ അന്യഭാഷയിൽ സംസാരിച്ചതാണ്. ദാറ്റ്സ് ഓൺലി വൺ എവിഡൻസ്. ഒരാൾ സംസാരിച്ചത് മറ്റേയാൾക്ക് മനസ്സിലായി എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നോട്ട് നെസസറി. ഇനി വേറൊരു കാര്യം, അനദർ തിങ്. അത് കഴിഞ്ഞ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വചനം സംസാരിക്കുമ്പോൾ കേട്ടിരുന്ന് എല്ലാവരും അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവരെ നിറച്ചു എന്നുള്ളതിന് വേറെ ഒരു എവിഡൻസും ഇല്ല. അവർ അന്യഭാഷ സംസാരിച്ചതാണ്. ഒരാൾ പറഞ്ഞ് മറ്റേ ആൾ കേട്ടോ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. ഇനി വേറൊരു കാര്യം, അവിടുന്ന് എഫെസോസിലേക്ക് നമ്മൾ വരും. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പൗലോസ് അവിടുത്തെ ശിഷ്യന്മാരോട് ചോദിച്ചു, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എന്തോ പരിശുദ്ധാത്മാവ്, ഏത് പരിശുദ്ധാത്മാവ്, പിന്നെ ഏത് സ്നാനമാണെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് ശരിയാക്കി സ്നാനപ്പെടാൻ പറഞ്ഞു. സ്നാനപ്പെട്ട് കഴിഞ്ഞ് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവിടെ എവിഡൻസ് അന്യഭാഷ സംസാരിച്ചതാണ്. അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം വന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ്. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നാൽ വില്യം ബാക്ലെ എന്ന് പറയുന്ന ഒരു വചനവ്യാഖ്യാതാവുണ്ട്. സാധാരണ ഞാൻ ഈ വചനവ്യാഖ്യാതാക്കളെ എടുക്കാറില്ല, ബിക്കോസ് ഐ ഹാവ് നോ റെസ്പെക്ട് ഫോർ ദം. ബാക്ലെ കുറെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് പറയുന്നുണ്ട്. ബാക്ലെ പറഞ്ഞില്ലെങ്കിലും ബാക്ലയുടെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം എനിക്കില്ല. ആദിമസഭയിൽ അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചിരുന്നു എന്ന് ആര് പറഞ്ഞു? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് ഏത് പ്രമാണത്തിൽ? ന്യായപ്രമാണത്തിലോ, എൻ്റെ പ്രമാണത്തിലോ, അതോ കൃപയുടെ പ്രമാണത്തിലോ? സോ യു റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ആദിമസഭയിൽ എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്ന വിശ്വാസികളായിരുന്നു, എല്ലാവരും. അത് വേദപുസ്തകം അങ്ങനെ പറയുന്നു, ന്യൂ ടെസ്റ്റ്മെന്റ് അങ്ങനെ പറയുന്നു, ചരിത്രകാരന്മാരും അങ്ങനെ പറയുന്നു. ദാറ്റ് ഈസ് ഫാക്ട്, അബ്സല്യൂട്ട് ഫാക്റ്റാണ്. ഇനി എന്തിനാണ് ഈ അന്യഭാഷ പറയുന്നത്? അന്യഭാഷ പറയുന്നതിൻ്റെ പേർപ്പസ് ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനുള്ള ദൈവത്തോട് അത്രേ സംസാരിക്കും. ദൈവം ആരാ? നമ്മുടെ പിതാവാണ്. ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുന്നിരിക്കട്ടെ, ഇപ്പൊ 5-8 മക്കളും ഉണ്ട്, അപ്പനും ഉണ്ട്, അമ്മയുണ്ട്. നല്ല വീടാണ്, പക്ഷെ ഇവരാരും അന്യോന്യം മിണ്ടത്തില്ല. പ്രത്യേകിച്ച് അപ്പനോട് ഇവരാരും മിണ്ടത്തില്ല. പെണ്ണുമുള്ള ചോറും കറിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് അവരവർ കഴിക്കും. ഇയാൾ വന്ന് കഴിച്ചിട്ട് പാത്രം കഴിച്ചിട്ട് ഇയാൾ പോകും, മിണ്ടത്തില്ല. ആ വീട്ടിൽ നിങ്ങൾക്ക് എത്ര ദിവസം താമസിക്കും? നിങ്ങളവിടെ ഗസ്റ്റായിട്ടില്ല, എത്ര ദിവസം താമസിക്കാൻ പറ്റും? മിണ്ടത്തില്ല. ഒരാൾ 2 പേര് തമ്മിൽ എത്ര നേരം സംസാരിക്കും എന്നുള്ളതാണ് അവരുടെ ബന്ധത്തിന്റെ ദൃഢത തീരുമാനിക്കുന്നത്. അപ്പം ദൈവം എൻ്റെ പിതാവാണ് എന്ന് ബോധമുള്ള ആള് തൻ്റെ പിതാവിനോട് സംസാരിക്കും, അന്യഭാഷകളിൽ സംസാരിക്കും. അത് ബന്ധത്തിന്റെ ദൃഢതയാണ്. ആ ബോധമേ ഇല്ലാത്ത കുറെ കക്ഷികളുണ്ട്. അത് അവന് പറഞ്ഞിട്ടുള്ളതല്ല. ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട് അന്യഭാഷ പറയാൻ പറഞ്ഞാൽ അവൻ അന്യായ ഭാഷയെ പറയത്തുള്ളൂ. അതുകൊണ്ട് അവൻ പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. 2, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ആത്മീയ വർധന എന്നൊരു വിഷയമാണ്. അത് അന്യഭാഷ അതിന് അനിവാര്യമായൊരു കാര്യമാണ്. 3-ാമത്തെ കാര്യം, അന്യഭാഷ ഒരടയാളമാണ്. ആർക്ക്? അവിശ്വാസികൾക്ക് അടയാളമാണ്. 4 പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഇനിയും അവിടെ ചിലർ പറയുന്നത് അന്യഭാഷകളിൽ ആരാധിക്കാവുന്ന പോലും ഇപ്പം ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, അവർ ആരാധിക്കാം. അന്യഭാഷകളിൽ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാൻ തന്നിട്ടുള്ളതല്ല അന്യഭാഷ. ചിലർ വിചാരിക്കുന്നത് അന്യഭാഷയിൽ ബഹളം വെച്ചാൽ ആരാധനയായി എന്നാണ്. ആരാധന എന്ന ടെർമിനോളജിയുടെ അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ ആരാധന എന്ന ടെർമിനോളജി നമ്മൾ ഒരു ക്ലാസ് എടുത്ത് ഒരു വീഡിയോ ഇട്ടേക്കും, സമയം കിട്ടുകയാണെങ്കിൽ.
അപ്പോ ഇതൊക്കെ അന്യഭാഷയുടെ പർപ്പസസ്. ഒരുത്തന് ഒന്ന് ദൈവമായിട്ട് സംസാരിക്കണ്ട, രണ്ട് തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തണ്ട, മൂന്ന് താന് ഒരു അടയാളമായി മാറണ്ട. പറയണ്ടെന്നേ, നിന്നോട് ആര് പറഞ്ഞു പറയാൻ? പക്ഷെ ഇതേ അന്യഭാഷ സഭായോഗത്തിൽ സഭ കൂടി വരുമ്പോൾ അത് ക്രമം കെട്ട് പറഞ്ഞാൽ സഭായോഗം മുഴുവൻ അലങ്കോലപ്പെടും. അതുകൊണ്ട് സഭ കൂടി വരുമ്പോൾ അന്യഭാഷ എങ്ങനെ പറയാവൂ എന്ന് ചില മാർഗരേഖകൾ കുരിന്ത ലേഖനം തന്നിട്ടുണ്ട്. അന്യഭാഷ പറയരുത് എന്നല്ല പറഞ്ഞത്, പക്ഷെ പറയാനുള്ള മാർഗരേഖകൾ തന്നിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ബൈ ആൻഡ് ലാർജ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഇനി ഏതെങ്കിലും ലോക്കൽ ചർച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നിരിക്കട്ടെ, ഞാൻ അവരെ കുറ്റം പറയുമോ അല്ലെ അവരെ ഇൻസൾട്ട് ഒന്നും ചെയ്തില്ല, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം, അബ്സല്യൂട്ട്ലി വെരി ഗുഡ്, അബ്സല്യൂട്ട്ലി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഈ അന്യഭാഷയും ആത്മാഭിഷേകവും, അഭിഷേകം എന്ന് പറയുമ്പോൾ either you are inside the water or the water is on. ഒന്നീ നീ വെള്ളത്തിനടിയില്ല, അല്ലെങ്കിൽ വെള്ളം നിന്റെ മണ്ടയ്ക്കാം. കേട്ടോണേ, പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവ് ഓരോരുത്തരുടെ മേലും വന്നങ്ങ് പതിഞ്ഞു. The spirit on him. അപ്പൊ തീയാ, അഗ്നിജ്വാലയാ, താഴോട്ടങ്ങോട്ട് ഇറങ്ങി അവനെ കംപ്ലീറ്റ് അങ്ങ് കത്തിച്ചു. ഇതിനെപ്പറ്റി പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് എന്ന തീ കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന്. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുന്നത്. ഇപ്പൊ തീ കൊണ്ട് അഭിഷേകം ഒരു കക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. തീ പോലെ ഇറങ്ങണമേ എന്നൊരു പെണ്ണുപിള്ള വിടും. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ തീ പോലെ ഇറങ്ങണമെന്ന്. ഞാൻ അതിനെപ്പറ്റി കമന്റ് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഡസന്റ് വർത്ത് ഡിസർവിങ് എ കമന്റ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ്, അത് ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ അത് തീ കൊണ്ടുള്ള അഭിഷേകവുമാണ്. പരിശുദ്ധാത്മാവെന്ന തീ കൊണ്ട് അഭിഷേകം ചെയ്യും. അത് ശുദ്ധീകരിക്കുകയാണ്. തീ എന്തിനവിടെ? ശുദ്ധീകരിക്കുക. ആ ശുദ്ധീകരിച്ച പാത്രത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുക. അപ്പം ആദിമസഭ നിലനിർത്തോളം കാലം അന്യഭാഷ എന്നുള്ളത് ഏകവും പ്രത്യക്ഷവുമായ അടയാളമായിരുന്നു. ഒരാൾ അഭിഷക്തനാണ് എന്ന് കാണുന്നതിന് വേണ്ടി ഏകവും പ്രത്യക്ഷമായ അടയാളമായിരുന്നു അന്യഭാഷ പറയുന്നത്. പക്ഷെങ്കിൽ ഇനി നമുക്ക് യെശയ്യാപ്രവചനത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ അഭിഷക്തന്റെ രണ്ട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവൻ കാണുന്ന പോലെ വിധിക്കത്തില്ല, കേൾക്കുന്ന പോലെ വിധി പ്രസ്താവിക്കത്തുമില്ല. ദാറ്റ് മീൻസ് ഹി ഈസ് ഫുൾ ഓഫ് വിസ്ഡം. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരുന്നു. ഈ അഭിഷേകം ലഭിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവന് ദൈവത്തെ പേടിയാ. അതിലാണ് അവന്റെ പ്രമോദം, അവന്റെ സന്തോഷം. എന്താണ്? ഹി റിജോയ്സസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹി ഫിയേഴ്സ് ദ ലോർഡ് ഹിസ് ഫാദർ. തന്റെ പിതാവായ ദൈവത്തെ ഭയപ്പെടുന്നു. ഭക്തി. അത് അവിടെ ഭയം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ കാണുമ്പോൾ പേടിയല്ല കേട്ടോ, ഭക്തിയാ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ഒരാള് അഭിഷേകം പ്രാപിച്ചു, അഭിഷക്തനാണ്, ഭയങ്കര അഭിഷേകമാണ് എന്നൊക്കെ പറയുന്നുണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോണം. എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? വിശ്വസിച്ചോണം. ഒന്നാമത്തെ കാര്യം. ഈ വിശ്വസിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഇതിൽ കടക്കുന്നത്. അടുത്ത രംഗത്തിലേക്ക് കടക്കുമ്പം നമുക്ക് ചില കാര്യങ്ങൾ അറിയണം. നമുക്ക് നേരിട്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നേരിട്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. നേരിട്ട് അറിയേണ്ട ചില കാര്യങ്ങളിൽ അതിലൊന്നെന്ന് പറയുന്നത് ഇയാളുടെ സ്വഭാവം എന്തെന്നുള്ളതാണ്. ഈ അഭിഷക്തന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഹിസ് ഡിലൈറ്റ്? Does he have his delight
in God fearing? Does he have his delight in God fearing? ദൈവത്തെ ഭയപ്പെടുന്നതാണോ അവന്റെ ഡിലൈറ്റ്? അതോ ദൈവസന്നിധിയിൽ ഈ പല കക്ഷികളും നിൽക്കുന്ന നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഫിയർ എന്നൊരു സംഗതി അവന്റെ 7 അയലോക്കത്തോടെ പോയിട്ട് നമുക്ക് തോന്നത്തില്ല. ദൈവത്തോടും മനുഷ്യനോടും നാട്ടുകാരുടെ വീട്ടുകാരുടെ പുള്ളി തട്ടിയങ്ങ് കയറുകയാണ്. അഭിഷേകം ഞങ്ങൾ തട്ടി കയറുക, ദൈവത്തോടും ഇപ്പൊ ഇറങ്ങണമെന്നാ പറയുന്നത്, ഇപ്പൊ കൈ നീട്ടിയിരിക്കണമെന്ന് പറയുന്നത്. നീ പ്രാർത്ഥന കേൾക്കുമല്ലോ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമല്ലോ. അഭിഷേകത്തിന്റെ പ്രാർത്ഥനയാണ്. നമുക്ക് നോക്കാം അഭിഷേകത്തിന്റെ ലക്ഷണം എന്താണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെ ആത്മാവ്. ഈ 7 ഫോൾഡ് സ്പിരിറ്റിനെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 കാര്യങ്ങളുടെ സംയോജനമാണ് പരിശുദ്ധാത്മാവ്. ഇങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവിനെ കാണും. ദൈവത്തിന്റെ 7 വിളക്കുകളായിട്ട് അവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് വാസ്തവത്തിൽ അഭിഷക്തനിൽ സംഭവിക്കുന്നത്. അപ്പൊ സംഭവിക്കുക എന്താ പറ്റുമെന്നറിയാമോ? അവന്റെ പ്രമോദ യഹോവഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായം പാലനം ചെയ്യില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയുമില്ല. നോക്കൂ, അപ്പൊ അഭിഷക്തന്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പം 7 കാര്യങ്ങളുണ്ടാകും. ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാ. ഒന്ന്, യഹോവയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവൻ ദൈവോഹിതനാണെന്ന് കണ്ടാൽ പറയും. 2, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. നല്ല കാര്യമാ. വിവരദോഷത്തിലാണ് PhD എടുത്തിരിക്കുന്നത്. അടുത്തത്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്. അവനറിയാം മറ്റുള്ളവർക്ക് എന്ത് ആലോചന പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ ബലപ്പെടണമെന്നും ബലപ്പെടുത്തണമെന്നും അവനറിയാം. ബലത്തിൻ്റെ ആത്മാവ്. പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്, ഡിസേൺമെന്റ്. കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ് ഈ ആത്മാവ്? ഈ പ്രസംഗം കൊണ്ടും അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ടും 8 കോടിയുടെ പിരിവ് കൊണ്ടും ഈ വരുന്നോട്ടനെ അവനെ കണ്ടാൽ ഇവന് മനസ്സിലാകും ഇവന്റെ ആത്മാവ് എന്നാണ്. കാര്യം പരിജ്ഞാനത്തിന്റെ ആത്മാവാ. പിന്നെ ഭയം എപ്പോഴും, യഹോവഭക്തി, ദാറ്റ് മീൻസ് ഫിയർ ഓഫ് ഗോഡ്. ഇത്രയും ഒരാൾക്കില്ല. പക്ഷെ കടുവ് പൊട്ടുമ്പോൾ അന്യഭാഷ പറയുകയും ചെയ്യും. കർത്താവേ, വെളിച്ചെണ്ണ അങ്ങോട്ട് മൂക്കുന്നുണ്ട്, കടുവെടുത്തിട്ട് എന്തോ ചർവറയാണ്, അതുപോലെ അന്യഭാഷ കാഴ്ചകളെയും. ഈ പറഞ്ഞ 7 കാര്യങ്ങളും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരാളിലുണ്ട് എങ്കിൽ അയാൾ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെന്നും, ഇതില്ലെങ്കിൽ അതില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് അന്യഭാഷയുടെ പ്രാധാന്യത? അന്യഭാഷ ആദിമസഭയ്ക്ക് ഇന്നും അഭിഷക്തനാണെന്നുള്ളതിൻ്റെ ഏകവും പ്രത്യക്ഷമാണ്. ഈ പറഞ്ഞതോ അത് പ്രകടമാകാൻ ടൈം എടുക്കും. അന്യഭാഷയോ ഏകവും പ്രത്യക്ഷമായ അടയാളമാണ്. പക്ഷെങ്കിൽ അന്യഭാഷ പറയുകയും ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തോ മനസ്സിലാക്കണം, ഇത് ആത്മാവ് വേറെയാണെന്ന്. ഒരാൾ അന്യഭാഷ പറയുന്നു, കേൾക്കുന്ന ആളില് എന്തോ ഉണ്ടായിരിക്കണം? പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ്. ആ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റിൽ അദ്ദേഹം പറയും, ഇവൻ ഉടായിപ്പാണ്, ഇത് പറ്റിക്കേഷനാണ്. മിണ്ടത്തില്ല, ആരും പറയത്തില്ല, മിണ്ടത്തില്ല, നമുക്ക് മനസ്സിലായി ഇത് പറ്റിക്കേഷനാണെന്ന്. മിണ്ടാതിരിക്കും. കുറച്ച് കഴിയുമ്പം
ഇവന്റെ അകത്തുനിന്ന് പുറത്തു വരും. എന്തൊക്കെ പുറത്തു വരും? ഇവന്റെ അകത്തുള്ളത് പുറത്തു വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അവിടെ ഇല്ല. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും തിരിച്ചറിവിന്റെയും ഒന്നും ആത്മാവില്ല. വിവരദോഷമല്ലാതെ ഒരു സാധനം ഈ പുള്ളി വിളിച്ചു പറയത്തില്ല. വിവരദോഷമല്ലാതെ ഒരു സാധനം ഈ പുള്ളി വിളിച്ചു പറയത്തില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 2005 യെസ്, അതോ 6 ഞാൻ ഓർക്കുന്നത്. എനിക്ക് 2005 യെസ്. ബെനിഹിൻ ഇംഗ്ലണ്ടിലെ എക്സൽ ഓഡിറ്റോറിയത്തിൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ലണ്ടനിലെ, പ്രസംഗിക്കാൻ വരുന്നു. ഞാനതൊരു ചെറിയ മലയാളം ചർച്ചിലെ പാസ്റ്ററാണ്. വിശ്വാസികളോട് അവിടെ പോയി പ്രസംഗം കേൾക്കാനാണ്. അപ്പോൾ ആദ്യം പുള്ളി പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വചനമെടുത്ത് വായിച്ച്, എവിടുന്ന്? ആവർത്തന പുസ്തകത്തിൽ നിന്ന്, മഹോന്നതൻ ഭൂമിയിലെ ജാതികളെ വേർതിരിക്കുകയും മനുഷ്യപുത്രന്മാർക്ക് അവകാശം വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു എന്നുള്ള വാക്യം എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ അടുത്തിരുന്ന് എൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഇത് അഭിഷേകം വേറെയാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിലാണെങ്കിൽ വിഡ്ഢിത്തരം പറയത്തില്ല. കാര്യം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് പരിശുദ്ധാത്മാവ്. പുള്ളി അതിനുശേഷം പറഞ്ഞ മുഴുവൻ മണ്ടത്തരാണ്. ആ കാലത്ത് ബെനിഹിൻ ലോകം മുഴുവൻ കത്തി നിൽക്കുക. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും. പറഞ്ഞ ആൾക്കാർ എന്നെ എടുത്തിട്ട് അടിക്കും. എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇപ്പോഴും ഇദ്ദേഹം ഇപ്പം ഈ രാജ്യത്തില്ല, പക്ഷെ ഞങ്ങളിപ്പോൾ നല്ല ടച്ച്. ഹീ സ്റ്റിൽ മൈ സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഈ ഭാഗ്യം മണ്ടത്തരം കേൾക്കാൻ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ബെനിഹിൻ ആരാണെന്ന് ലോകം മനസ്സിലാക്കി. അപ്പം പക്ഷെ ഭയങ്കര ടച്ച് എന്ന് പറയുമ്പോഴേക്ക് ഒരു 10-100 പേര് 10,000 പേരങ്ങ് വീഴുക, വാഴ ഒടിഞ്ഞു വീഴുന്ന മാതിരി. ഇപ്പൊ എവിടെയായി? പുള്ളി തന്നെ വീണ് കിടക്കുക. ഞാൻ എന്താ ഈ പറഞ്ഞത്? അന്യഭാഷ ചടപടാന്ന് കടുവറക്കുന്ന പോലെ പറയാൻ കഴിയും. അറ്റ് ദ സെയിം ടൈം ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കി? ഇവൻ അഭിഷക്തനല്ല, ഈ പറഞ്ഞതും കാണിച്ചതൊക്കെ വേറെ ആത്മാവാന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരാൾ അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ഡിസേൺമെന്റിൽ മനസ്സിലായി അത് ശരിയല്ലെന്ന് വിളിച്ചു പറയരുത്. വെയിറ്റ്. ഇവിടെ ക്ലോസ് കോണ്ടാക്റ്റിലൂടെ പറയാം, ഇന്ന കാരണം കൊണ്ട് അത് ശരിയായ ആത്മാവല്ലെന്ന് എനിക്ക് മനസ്സിലായി, ബട്ട് കീപ് ക്വയറ്റ്. എന്തുകൊണ്ട്? സാത്താൻ ദുരാത്മാവ് ഒരിക്കലും ഒരാളെ നേരെ നാൾ വാഴിക്കത്തില്ല. ഒരു ടൈം വരെ അവനെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് എത്രയും ആളുകൾ അവനാൽ വശീകരിക്കപ്പെടാമോ അത്രയും ആളുകളെ വശീകരിച്ചു കഴിയുമ്പോൾ ഇവനെ സാത്താൻ എക്സ്പോസ് ചെയ്യും. ഇവൻ പരിശുദ്ധാത്മാവിലല്ല ഈ ചെയ്തത്, എൻ്റെ ആത്മാവിലാണ്, ദുരാത്മാവിലാണ് ഈ ചെയ്തതെന്നുള്ളത് സാത്താൻ തന്നെ അവനെ എക്സ്പോസ് ചെയ്യും. ലോകത്തിന് മനസ്സിലാകും. നമ്മൾ കെയർഫുൾ ആയിരിക്കും. ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? പെട്ടെന്ന് വിധിക്കരുത്. കാണുന്ന പോലെ വിധിക്കരുത്, കേൾക്കുന്ന പോലെ വിധി പ്രസ്താവിക്കരുത്. ഒരാൾ അന്യഭാഷ പറഞ്ഞ ഉടനെ അവൻ്റെ ഭാഷ ശരിയല്ലെന്ന് കയറി പറഞ്ഞു കളയരുത്. ചീത്ത പറയാനും കുറ്റം പറയാനും പോകരുത്. കാരണം എന്താണെന്നറിയാമോ? ഇൻ കേസ് നമ്മുടെ ഡിസേൺമെന്റ് തെറ്റിപ്പോയെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, അല്ലെ പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞു, നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിച്ചെന്ന് പറയും. അപ്പോൾ പിതാവിനെ പറ്റിയും പുത്രനെ പറ്റിയും ദൂഷണം പറഞ്ഞാൽ പോലും ക്ഷമിച്ചാലും പരിശുദ്ധാത്മാവിനെ പറ്റി ദൂഷണം പറയുന്നത് ദൈവം ക്ഷമിക്കാത്ത പാപമായതുകൊണ്ട് കീപ് ക്വയറ്റ്. അബ്സല്യൂട്ട്ലി കീപ് ക്വയറ്റ്. കാരണം എൻ്റെ പിതാവ് നട്ടിട്ടല്ലാത്ത തൈയൊക്കെ തനിയെ പറഞ്ഞങ്ങ് പൊക്കോളുമെന്ന്. മനസ്സിലായോ? ഇതിനകത്ത് സാത്താൻ അഭിഷേകം ചെയ്ത് സാത്താൻ്റെ അഭിഷേകമായിട്ട് കയറി വന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട, അത് തന്നെ പറഞ്ഞങ്ങ് പൊക്കോളും. പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട്.
നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ വിശ്വാസികൾ, അവരോട് വഴിതെറ്റി പോയിരിക്കാൻ പറഞ്ഞു. നോ 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 നോ, അത് ശരിയായ ആത്മാവല്ല. ഇന്ന കാരണങ്ങൾ നമുക്ക് മനസ്സിലാകാം. അയാൾ വചനം സംസാരിച്ച് തെറ്റിച്ചാണ്, അയാൾ വിട്ടിത്തരങ്ങളാണ് വചനം എടുത്തിട്ട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവല്ല അല്ലത്. കുറച്ച് കഴിയുമ്പം ഇതേതാണെന്ന് കല്ലും നെല്ലും തെളിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ മതി. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സോ ബി വെരി കെയർഫുൾ about speaking matters regarding the anointing of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം, അന്യഭാഷ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചല്ലാതെ അനായാസമായിട്ടും പരിഹസിക്കുന്ന രീതിയിലും. നമ്മൾ വിചാരിക്കും നമ്മൾ പെന്തക്കോസ്തുകാരെ കളിയാക്കണം. നിങ്ങൾ പെന്തക്കോസ്തുകാരെ അല്ല കളിയാക്കുന്നത്. താനിച്ഛിക്കും പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ പരിഹസിച്ചത്. അതിന് നിങ്ങൾക്ക് ക്ഷമ കിട്ടത്തില്ല. സോ യു ബി കെയർഫുൾ. ദൈവം നമ്മളെ സഹായിക്കാനാകട്ടെ. താങ്ക് യു. ബൈ.